ഇന്ത്യ സഖ്യവും എൻ.ഡി.എ മുന്നണിയും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ബീഹാറിൽ 5 സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ്. 40 സീറ്റുകളിലും എൻ.ഡി.എ വിജയിക്കുമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. എന്നാൽ ബി.ജെ.പിക്ക് ബീഹാറിലെ ജനം മറുപടി നൽകുമെന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. ബീഹാറിലെ വിവരങ്ങൾ നൽകാൻ PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, എന്തായിരുന്നു ബീഹാറിലെ കൊട്ടിക്കലാശത്തിന്റെ ചിത്രം? പ്രധാന നേതാക്കൾ എവിടെയായിരുന്നു പങ്കെടുത്തത്? വിവരങ്ങൾ എങ്ങനെ? ദേശമെന്തായാലും ശക്തമായ പോരാട്ടം തന്നെയാണ് ബീഹാറിൽ 5ാം ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യ 4 ഘട്ടങ്ങളിൽ 19 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നു. ഇനി 21 സീറ്റുകളാണ് അവസാനിക്കുന്ന 3 ഘട്ടത്തിലുള്ള. 5ാം ഘട്ടത്തിൽ സീതാമർഹി, മധുബാനി, മുസഫർപൂർ, സാരൻ, അതുപോലെ തന്നെ ഹാജിപ്പൂർ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ തന്നെയായിരുന്നു. BJP-യുടെയും അതുപോലെ തന്നെ NDA-യുടെയും പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബീഹാർ ഉപമുഖ്യമന്ത്രിയായ സാമ്രാജ് ചൗധരിയാണ്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് RJD നേതാവായ തേജസ്വി യാദവാണ്. തേജസ്വി യാദവ് ഇന്ന് സാരനിലടക്കം വിവിധ ഇടങ്ങളിൽ പ്രചാരണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജിപ്പൂരിലായിരുന്നു സാമ്രാജ് ചൗധരിയുടെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഹാജിപ്പൂർ എന്ന് പറയുന്നത് ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പസ്വാനാണ് അവിടെ മത്സരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് ചിരാഗ് പസ്വാൻ ആ മണ്ഡലം നൽകുന്നത് NDA സഖ്യം. എന്തായാലും ശക്തമായ പോരാട്ടം ആ മണ്ഡലത്തിലുണ്ടാകും. തേജസ്വി യാദവ് തന്നെ രംഗത്തിറങ്ങിക്കൊണ്ടുള്ള പ്രചാരണമാണ് അവിടെ ശക്തമാക്കി നടത്തുന്നത്. എന്തായാലും ചില വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിൽ, കാരണം 2019-ൽ 39 സീറ്റുകളിലാണ് NDA ബീഹാർ സ്വന്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ 2024-ലേക്ക് എത്തുമ്പോൾ അത്തരം ഒരു സാഹചര്യമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും. പല മണ്ഡലങ്ങളിലടക്കം ശക്തമായ പോരാട്ടം നടക്കുന്നു. ഇടതു പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നതും വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്ന്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടന്ന 19 സീറ്റുകളിൽ മത്സരിച്ച 19 സീറ്റുകളിൽ 16 സീറ്റുകളിലും ഇടതുപക്ഷം ഇവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഒരു ശക്തി ആയി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വോട്ടുകളെല്ലാം ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് ശക്തമായൊരു പ്രകടനം ഇവിടെ കാഴ്ചവെക്കുവാൻ സാധിക്കും. പ്രധാനമായും തേജസ്വി യാദവ് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. തേജസ്വി യാദവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണം തന്നെയാണ് ഇന്ത്യ സഖ്യം ഇവിടെ നടത്തുന്നത്. എന്തായാലും കൃത്യമായി ആർക്കാണ് ബീഹാർ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുക എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം തന്നെയാണ് ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നത്. കൃത്യമായ പ്രചാരണവുമായി ഇന്ത്യ സഖ്യം പോകുന്നു. കർഷകരുടെ പ്രതിസന്ധി, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ജാതി രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഹിന്ദുത്വ അജണ്ടയും അതുപോലെ തന്നെ മോദി 10 വർഷം നടത്തിയ വികസന പദ്ധതികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് BJP നടത്തുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ആശങ്കയിൽ NDA ക്യാമ്പുകളിലും അതുപോലെ തന്നെ NDA ഘടകകക്ഷികളിലും ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ ബീഹാറിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഘടകകക്ഷികൾ അടക്കം മത്സരിക്കുന്ന പല സീറ്റുകളിലും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം അത് BJP-ക്കും അതുപോലെ തന്നെ NDA ഘടകകക്ഷികൾക്കും തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക ഇതിനോടൊപ്പം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിതീഷ് കുമാറിനെതിരെ ഒരു വിധിയെഴുത്ത് ബീഹാറിൽ ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിതീഷ് കുമാർ തിരിച്ച് NDA പക്ഷത്തേക്ക് പോയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് വേണ്ടിയുള്ള ഒരു വിധിയെഴുത്ത് കൂടി ഈ തിരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിതീഷ് കുമാർ ഒരു ചതിയനാണ്, വിശ്വസിക്കാൻ പറ്റാത്ത നേതാവാണെന്നുള്ള പ്രചാരണം ഇന്ത്യ സഖ്യം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രചാരണം, ആർക്കും കൃത്യമായൊരു അനുകൂല സാഹചര്യം ബീഹാറിലില്ല. ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ദേശം അതുതന്നെയാണ് അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ, ഒപ്പത്തിനൊപ്പം എന്ന് പറയേണ്ടി വരും. ആർക്കും അനുകൂലമായ സാഹചര്യമില്ല. കടുത്ത പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് ബീഹാർ.